ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഓയിൽ. പല രീതിക്ക് നമുക്ക് ഹെയർ ഓയിലിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹോട്ട് ഓയിൽ മസാജ് അഥവാ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ്. ആദ്യം തന്നെ ഒരു ബൗളിൽ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തും തിക്നെസ്സിനും അനുസരിച്ചിട്ടുള്ള ഓയിൽ എടുക്കണം. ഒരു പാനിൽ പകുതി വെള്ളം എടുത്ത് സ്റ്റവിൽ വെച്ച് തിളപ്പിക്കണം. അതിലേക്ക് ഈ ഒരു ഓയിൽ ഒഴിച്ച് ബൗളിൽ ഇറക്കി വെക്കണം. ഏകദേശം ഈ ഒരു ഓയിൽ ചൂടായെന്ന് തോന്നുമ്പോൾ വിരലിട്ട് ചെക്ക് ചെയ്ത് സ്റ്റവിൽ നിന്ന് ഇറക്കി വെക്കുക. ഹെയർ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ഈ ഓയിൽ ഡബിൾ ബോയിൽ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെയർ നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്യണം. 4 സെക്ഷൻ എടുത്തിട്ട് പാർട്ടീഷൻ ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിൽ തന്നെ താഴത്തുനിന്ന് തുടങ്ങാം, അതായത് ഹെയറിൻ്റെ ബാക്കിൽ നിന്ന് തുടങ്ങാം. സലൂണിൽ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ നമുക്ക് വീട്ടിലും ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. നമ്മുടെ സെൽഫ് കെയറിലുള്ളൊരു കാര്യം തന്നെയാണ് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഓയിൽ ആപ്ലിക്കേഷനും മസാജിനും കൂടിയിട്ട് നമുക്ക് ഒരാളുടെ ഹെൽപ്പ് കിട്ടിയാൽ അത്രയും നല്ലതാണ്. ഹെയർ ആദ്യം ഒരു ഹൊറിസോണ്ടൽ സെക്ഷൻ എടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെറ്റ് കോട്ടൺ ഉപയോഗിച്ചിട്ട് തലയിൽ മുഴുവൻ ഇങ്ങനെ സെക്ഷൻ എടുത്തിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഈ ഒരു എണ്ണ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ സ്കാൽപ്പിൽ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഓയിൽ അപ്പോഴേക്കും തന്നെ ചൂടാറിയിട്ടുണ്ടാവും. ബാക്കി ഹെയർ ടിപ്പിലും ഹെയറിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജാണ്. മസാജിങ്ങിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് ബിഗ് സർക്കിള്, പിന്നെ സ്മോൾ സർക്കിള്, നെക്സ്റ്റ് പിഞ്ചിങ് ആണ്, അത് കഴിഞ്ഞ് പിയാനോ, പിന്നെ ടാപ്പിങ്, പുള്ളിങ്, വൈബ്രേഷൻ. അപ്പോൾ ഹെയർ വീണ്ടും നന്നായിട്ടൊന്ന് കോംബ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് സ്ലോലി ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഹെയർ ക്ലിപ്പ് ചെയ്ത് വെക്കണം. അതിനായിട്ടൊരു ടൈ ഉപയോഗിച്ച് ഹെയർ കെട്ടി വയ്ക്കുക. ദെൻ ക്ലിപ്പ് ഇറ്റ്. പിന്നെ ഒരു ഷവർ ക്യാപ്പ് വയ്ക്കുക. ഒരു 10 to 15 മിനിറ്റ് കഴിഞ്ഞ് സാധാരണ സലൂണിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യും. വീട്ടിലായതുകൊണ്ട് 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ഷാമ്പുവും കണ്ടീഷണറിന് അല്ലെങ്കിൽ മാസ്ക് യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക. ആഫ്റ്റർ ഹെയർ വാഷ് ഒരു മൈക്രോ ഫൈബർ ടവൽ യൂസ് ചെയ്തിട്ട് ഹെയറിലെ വെറ്റ്നെസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അല്ലാതെങ്കിൽ ഒരു ഡ്രയർ ഉപയോഗിച്ചിട്ട് ഹെയർ ഡ്രൈ ചെയ്യുന്നത് വേണം. ഹെയർ ഫോളിക്കിൾസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് ഈ സ്കാൽപ്പിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് വഴി സഹായിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് വഴി ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്.